ആറന്മുള വള്ളസദ്യ കഴിക്കാനുള്ള ആഗ്രഹം തോന്നിയപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. ബാഗും പാക്ക് ചെയ്ത് രാത്രി 8:55 വടകരയിൽ നിന്നുള്ള നാഗർകോവിൽ വീക്ക്ലി എക്സ്പ്രസിൽ കയറി രാവിലെ 4 മണിയോടെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഫ്രഷായി 7 മണിയോടുകൂടി അമ്പലത്തിലെത്തി. നേരത്തെ എത്തിയതുകൊണ്ടായിരിക്കാം തിരക്കില്ലാതെ ഭഗവാന് നല്ല ദർശനം കിട്ടി. പഞ്ചപാണ്ഡവരിലെ അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണന് സമർപ്പിച്ചതാണത്രേ ഈ ക്ഷേത്രം. അന്നദാന പ്രഭുവായ ആറന്മുളേശൻ്റെ മുന്നിൽ ഭക്തർ സമർപ്പിക്കുന്ന ഏറ്റവും വലിയ വഴിപാടാണ് വള്ളസദ്യ. വള്ളസദ്യ വഴിപാട് തുടങ്ങുന്നത് നിറപറ സമർപ്പണത്തോടെയാണ്. മേൽശാന്തി പൂജിച്ചു നൽകുന്ന മാലയും പുകയിലയും കൊണ്ട് ക്ഷേത്രക്കടവിൽ എത്തി പള്ളിയോടത്തെ യാത്രയാക്കുന്നു. ആറന്മുളയുടെ തനിമയിലും താളത്തിലുമുള്ള വള്ളപ്പാട്ടുകൾ പാടി വള്ളം ക്ഷേത്രത്തിൻ്റെ വടക്കേ ഗോപുരനടയിലെത്തിയാൽ വാദ്യമേളങ്ങളും വള്ളപ്പാട്ടുമായി വള്ളക്കാരെ ആനയിച്ച് ക്ഷേത്രനടയിൽ കൊണ്ടുവരുന്നു. തുടർന്ന് ക്ഷേത്രനടയിലുള്ള ചടങ്ങുകൾക്ക് ശേഷം വള്ളക്കാരെ സ്വീകരിച്ച് പന്തിയിൽ കൊണ്ടുപോയി വള്ളസദ്യ വിളമ്പുന്നു. വള്ളക്കാർ വള്ളപ്പാട്ട് പാടിയാണ് സദ്യയിലെ ഓരോ വിഭവങ്ങളും ആവശ്യപ്പെടുന്നത്. വള്ളക്കാർ ഏതു വിഭവമാണോ ആവശ്യപ്പെടുന്നത് ആ വിഭവം വഴിപാടുകാരൻ ഇല്ല എന്ന് പറയാതെ വള്ളക്കാരന് നൽകണം. ഇതിങ്ങനെ വള്ളക്കാർ തുടർച്ചയായി ചോദിച്ചു കൊണ്ടേയിരിക്കും. ഭക്ഷണം കഴിയുന്നതുവരെ വഴിപാടുകാരൻ ഇത് വിളമ്പിക്കൊണ്ടേയിരിക്കണം. ഇതാണ് വള്ളസദ്യ വഴിപാട്. തുടർന്ന് ക്ഷേത്രക്കടവിലെത്തി അതേ പള്ളിയോടത്തിൽ തന്നെ വള്ളക്കാർ മടങ്ങുന്നതോടുകൂടി ഈ ആചാരം അവസാനിപ്പിക്കുന്നു. ഈ വർഷത്തെ വള്ളംകളി വഴിപാട് ജൂലൈ 13 മുതൽ ഒക്ടോബർ 2 വരെയാണ് നടക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ 60ഓളം വിഭവങ്ങൾ കൂട്ടി ആദ്യമായാണ് സദ്യ ഉണ്ണുന്നത്. എൻ്റെ കണ്ണും മനസ്സും നിറഞ്ഞ സദ്യയും വള്ളപ്പാട്ടുമായിരുന്നു. ഞങ്ങൾ പോയതൊരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നിങ്ങൾ പോവുകയാണെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങൾ ഒഴിവാക്കി വീക്ക് ദിവസങ്ങളിൽ പോകാൻ ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ആചാരങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി കാണാനും വള്ളസദ്യ ആസ്വദിച്ച് കഴിക്കാനും എളുപ്പത്തിൽ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു.